ദൈവത്തിൻ്റെ വചനത്തിൽ 119 സങ്കീർത്തനം അതിൻ്റെ 18 വാക്യം. 119 സങ്കീർത്തനം അതിൻ്റെ 18 വാക്യം. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് കണ്ണുകളെ തുറക്കണമേ. ദൈവത്തിന് സ്തോത്രം. വളരെ വേഗത്തിൽ ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ധ്യാനിക്കാം. ഇവിടെ ഒരു ഭക്തൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വാക്കാണ്, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളും ഓർത്തുകൊള്ളുക, ന്യായപ്രമാണത്തിൽ ഒരത്ഭുതം മറഞ്ഞിരിക്കുന്നു. ആ അത്ഭുതത്തെ കാണുവാൻ ദൈവം നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണം. ന്യായപ്രമാണത്തിൽ ഒളിച്ചിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങൾ എന്ന് നാം ചിന്തിച്ചാൽ ഇന്ന് വളരെ വേഗത്തിൽ ആ വിഷയങ്ങൾ മുഴുവൻ നമുക്ക് ചിന്തിച്ച് അവസാനിപ്പിക്കാൻ കഴിയുകയില്ല. സാധാരണ ട്രെയിൻ വൈകി ഓടുമ്പോൾ വൈകി എത്താറുണ്ട്. എന്നാൽ ഇന്ന് വൈകി തന്നെ നിർത്താനല്ല, വിശുദ്ധന്മാർ നിശ്ചയിച്ച സമയത്ത് തന്നെ വചന ശുശ്രൂഷ അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വളരെ വേഗത്തിലായിരിക്കും ഈ വാഹനം ഓടുന്നത്. വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ദൈവവചനത്തിൻ്റെ മുമ്പിൽ കാതോർത്തിരിക്കുക. പരിശുദ്ധാത്മാവ് ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കട്ടെ. ഒന്നാമതായി നാം ദൈവത്തിൻ്റെ വചനത്തിൽ 119 സങ്കീർത്തനത്തിൻ്റെ 129 വാക്യം അവിടെ നാം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ഒരു അത്ഭുതമായി നമുക്ക് കാണാം. വായിച്ചാട്ട് 119 129 വാക്യം. നിന്റെ സാക്ഷ്യങ്ങൾ അതിശയകരമാകിയാൽ എൻ്റെ മനസ്സ് അവയെ പ്രമാണിക്കുന്നു. നിന്റെ സാക്ഷ്യങ്ങൾ അതിശയമാണ്. ദൈവത്തിൻ്റെ വചനങ്ങൾ അതിശയമാണ്. ദൈവത്തിൻ്റെ വചനത്തിന് ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും. ദൈവത്തിൻ്റെ വചനത്തിന് അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയും. ദൈവത്തിൻ്റെ വചനത്തിന് അതിശയങ്ങളെ പ്രവർത്തിക്കുവാൻ കഴിയും. ഒരിക്കലൊരു ചക്രവർത്തി പറഞ്ഞൊരു വാക്ക്, ഞാൻ കുന്തവും വാളും ഒക്കെയായിട്ട് രാജ്യങ്ങളെ കീഴടക്കി, നീയോ ആ നസ്രയനോ തൻ്റെ സ്നേഹം കൊണ്ട് മുഴു ലോകത്തെയും കീഴടക്കി. എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവവചനത്തിൻ്റെ ശക്തി എത്ര വലിയതാണ്! ദൈവവചനം രൂപാന്തരപ്പെടുത്തുന്നതാണ്. മുമ്പേ പ്രാർത്ഥിച്ചപ്പോൾ കേട്ടല്ലോ, ദൈവത്തിൻ്റെ വചനം അതിവേഗം പായുന്നതാണ്. അത് പാറയെ തകർക്കുന്ന ചുറ്റികയാണ്, ഇരുവായ്ത്തലുള്ള വാളാണ്. ദൈവത്തിൻ്റെ വചനത്തിന് അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയും. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണം. വീണ്ടും രണ്ടാമത് നാം ദൈവത്തിൻ്റെ വചനത്തെ പഠിക്കുമ്പോൾ യെശയ്യാ പ്രവചനം 9 അധ്യായം അതിൻ്റെ 6 വാക്യം. യെശയ്യാ പ്രവചനം 9:6 വാക്യം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ഇവിടെ രണ്ടാമത് നാം കാണുന്ന ന്യായപ്രമാണത്തിലെ അത്ഭുതം എന്ന് പറയുന്നത്, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യമുള്ളവൻ, അത്ഭുത മന്ത്രി. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരു അത്ഭുതമാണ്. അത്ഭുതവാനായ ക്രിസ്തുവിനെയാണ് ഈ വേദഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അടുത്ത വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിശയവാനായ അത്ഭുതവാനായ ദൈവത്തിന് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശക്തിയോടെ സ്തോത്രം ചെയ്താട്ട്. സ്തോത്രം, 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 സ്തോത്രം. അതിശയമേ യേശുവിൻ സ്നേഹം, ആനന്ദമേ ആയതിൻ ധ്യാനം, ആനന്ദമേ ആയതിൻ ധ്യാനം, ആഴമുയരം. ഈ സന്തോഷത്തോടെ കൈയടിച്ച് ആഴമുയരം
വീണ്ടും നാം ദൈവത്തിന്റെ വചനത്തെ പഠിക്കുമ്പോൾ, യേശു അത്ഭുതവാനായിരിക്കുമ്പോൾ, മൂന്നാമത് അവന്റെ വായിലെ വാർത്തകൾ, അവന്റെ വചനങ്ങൾ അത്ഭുതമാണ്. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബിന്റെ പുസ്തകം 37-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. ഇയ്യോബിന്റെ പുസ്തകം 37-ന്റെ 5-ാം വാക്യം. ദൈവം തന്റെ നാദം അതിശയമായി മുഴക്കുന്നു, നമുക്ക് ഗ്രഹിച്ചുകൂടാത്ത മഹാകാര്യങ്ങളെ ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, ദൈവം തന്റെ നാദം അതിശയമായി മുഴക്കുന്നു. നമ്മുടെ അധരങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവിൽ മുഴങ്ങുന്ന വാക്കുകൾ ശബ്ദമായി ശക്തമായി നാം പുറപ്പെടുവിക്കുമ്പോൾ ആ നാദത്തിന് അത്ഭുതങ്ങളെ ചെയ്യുവാൻ സാധിക്കും, അതിശയങ്ങളെ പ്രവർത്തിപ്പാൻ സാധിക്കും. ദൈവവചനത്തെ നാം എടുത്തു നോക്കുമ്പോൾ, ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം കഴിഞ്ഞിട്ട് ആ കല്ലറയിലേക്ക് പോകുന്ന സഹോദരിമാർ ഒരു ചോദ്യം ചോദിച്ചു. നമുക്ക് വേണ്ടി ആർ കല്ല് ഉരുട്ടി മാറ്റും? അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ട ആ ശബ്ദം, അത് വാസ്തവമായി കല്ലിനെ മാറ്റുന്നതും വലിയ അത്ഭുതങ്ങളെ കാണുന്നതുമായ ശബ്ദമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവർ ചെന്നപ്പോൾ കണ്ട കാഴ്ച കല്ല് ഉരുട്ടി മാറ്റുക മാത്രമല്ല, അതിന്മീതെ ഒരുവൻ ഇരിക്കുന്നത് കണ്ടു. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിൽ നമ്മുടെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകളും ശബ്ദമായി ശക്തമായി നാം പുറപ്പെടുവിക്കുമ്പോൾ ആ ശബ്ദത്തിന് അത്ഭുതങ്ങളെ കാണുവാൻ കഴിയും. കഴിഞ്ഞ രാത്രിയിൽ കാത്തിരിപ്പൂട്ടത്തിൽ ഞങ്ങൾ ധ്യാനിച്ച ഒരു വിഷയം, യേശു ഇപ്രകാരം ശിഷ്യന്മാരോട് പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരും, ഒന്നും നിങ്ങൾക്ക് ദോഷം വരുത്തുകയില്ല. അവരധികാരം ഉപയോഗിച്ചുകൊണ്ട് അവർ മുമ്പോട്ട് യാത്ര ചെയ്തു. അവരുടെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കുകളിൽ ഭൂതത്തെ നോക്കിക്കൊണ്ട് അവർ സംസാരിച്ചു, പ്രശ്നങ്ങളെ നോക്കിക്കൊണ്ട് സംസാരിച്ചു. അവരുടെ മുമ്പിൽ ഭൂതങ്ങൾ കീഴടങ്ങുന്നത് കണ്ടപ്പോൾ അവർ സന്തോഷത്തോടെ മടങ്ങി വന്ന് യേശുവിനോട് ഒരു വാക്ക് പറയുന്നു, കർത്താവേ, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങി. യേശു പറയുന്നൊരു വാക്ക്, സാത്താൻ മിന്നൽ പോലെ വീഴുന്നത് ഞാൻ കണ്ടു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക്, അഭിഷേകത്തോടെ പുറപ്പെടുന്ന വാക്ക്, അതേ പിശാചിനെ തകർക്കുന്നതാണ്. പരിശുദ്ധാത്മാവിൽ നമ്മുടെ അധരത്തിൽ നിന്ന് ആ ദൈവശബ്ദം മുഴങ്ങട്ടെ. യേശുവിന്റെ വായിൽ നിന്ന് മുഴങ്ങിയ ശബ്ദം അത്ഭുതങ്ങളെ ചെയ്യുന്നതായിരുന്നു. നാം വായിച്ച വേദഭാഗത്തിൽ അവന്റെ വാക്കുകൾ, അവന്റെ വചനങ്ങൾ ശക്തിയോടെ മുഴങ്ങുന്നു. ദൈവത്തിന് സ്തോത്രം. അതിശയമായി യേശുവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കുകൾ ഭൂതത്തെ പുറത്താക്കുന്ന വാക്കുകളായിരുന്നു. യേശുവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കുകൾ രോഗികളെ സൗഖ്യമാക്കുന്ന വാക്കുകളായിരുന്നു. യേശുവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്ക് കടലിനെ ശാന്തമാക്കുന്ന വാക്കായിരുന്നു. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്ക് കാനാവിൽ അത്ഭുതങ്ങളെ ചെയ്യുന്നതായിരുന്നു. കൽപാത്രത്തിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് പറഞ്ഞ വാക്ക് അത്ഭുതത്തെ വിളിച്ചു വരുത്തുന്നതായിരുന്നു. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്ക് ലാസറിനെ പേർ ചൊല്ലി വിളിച്ച് ജീവനിലേക്ക് കൊണ്ടുവരുന്നതായിരുന്നു. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ഓരോ വാക്കുകളും അതിശയമായിരുന്നു. വീണ്ടും ഇയ്യോബിന്റെ പുസ്തകം 37-ന്റെ 5-ാം വാക്യം ഒരു പ്രാവശ്യം കൂടെ വായിക്കും. ദൈവം തന്റെ നാദം അതിശയമായി മുഴക്കുന്നു, ദൈവം തന്റെ നാദം അതിശയമായി മുഴക്കുന്നു, നമുക്ക് ഗ്രഹിച്ചുകൂടാത്ത മഹാകാര്യങ്ങളെ ചെയ്യുന്നു. നമുക്ക് ഗ്രഹിച്ചുകൂടാത്ത മഹാകാര്യങ്ങളെ ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന് ഇന്നും അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ ശക്തിയുണ്ട്. ഞാൻ പറഞ്ഞു വന്ന വാക്കുകളിൽ യേശുവിന്റെ ശബ്ദം ചെയ്ത കാര്യങ്ങൾ, അവസാനമായി കാൽവരി ക്രൂശിൽ യേശു മരിക്കുന്ന സന്ദർഭത്തിൽ യേശുവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്ക് മരണത്തെയും പാതാളത്തെയും ജയിച്ചുകൊണ്ട് മരണത്തിന്റെ ശക്തിയെ, പാതാളത്തിന്റെ ശക്തിയെ കീഴ്പ്പെടുത്തി ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയെന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ ആ വാക്യം നാം വായിക്കുന്നുണ്ട്. അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വൈപ്പിച്ച് ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി. ദൈവത്തിന് സ്തോത്രം. ആ വാക്യം, വാഴ്ചകളെയും അധികാരങ്ങളെയും
ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി. ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധിയിൽ ആയിരിക്കും ദൈവമക്കളോട് പരിശുദ്ധാത്മാവിൽ പറയട്ടെ, കർത്താവിന്റെ വചനത്തിൽ കൂടെ നാം സംസാരിച്ചാൽ ആ വചനം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യും. ഞാൻ മുമ്പ് ആയിരുന്ന സ്ഥലത്ത് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ യേശു ക്രിസ്തു മൂലം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് പ്രസംഗിച്ചിട്ട് ഞാൻ ദൈവമക്കളോട് ഇപ്രകാരം പറഞ്ഞു, യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇത്ര മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എന്നാൽ വീട്ടിൽ ചെന്നിട്ട് ഒരു 4 വയസ്സ് പോലും ഇല്ല, 3 വയസ്സ് കഷ്ടിച്ച് പ്രായമുള്ള ഒരു കുഞ്ഞ്, അവൻ പറയുന്ന വാക്യപ്രകാരമാണ്, യേശു ക്രിസ്തു മൂലം ചാക്കോച്ചന് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നോക്കുക, അവൻ പറയുന്നത് ഈ വചനം എനിക്കുള്ളതാണ്. യേശു ക്രിസ്തു മൂലം ചാക്കോച്ചന് വിജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഞാൻ അങ്ങനെ ഒരു പദം പറഞ്ഞതേ ഇല്ല. നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം എന്നേ പറഞ്ഞുള്ളൂ. അവൻ കൂട്ടിച്ചേർത്തു, അവന്റെ പേര് കൂട്ടിച്ചേർത്തു. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കും ദൈവമക്കളെ, നമ്മുടെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആ വചനം നിമിത്തമായി നാം ജയോത്സവം കൊണ്ടാടട്ടെ. ദൈവത്തിന് സ്തോത്രം. ആ ജയഭേരി മുഴക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അവന്റെ നാദം അതിശയമാണ്, അവന്റെ വചനം അതിശയമാണ്. ദൈവത്തിന് സ്തോത്രം. വളരെ വേഗത്തിൽ പോകട്ടെ. 139 സങ്കീർത്തനം അതിന്റെ 14 വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, ദൈവ വചനം നമുക്ക് അത്ഭുതം ചെയ്യുന്നത് പോലെ തന്നെ വായിച്ചാട്ട് 139 14 വാക്യം. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു. അത് എന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. നീ എന്നെ നിർമ്മിച്ചിരിക്കും. നമ്മുടെ ശരീരത്തെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്, നമ്മെ നിർമ്മിച്ചിരിക്കുന്നത് ഭയങ്കരവും അതിശയവുമായിട്ടാണ്. ഇന്ന് ചില പ്രിയപ്പെട്ടവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അവർ പറയും, എനിക്കിതൊന്നും അറിയത്തില്ല, ഫോൺ വന്നാൽ എടുക്കാൻ അറിയാം, അതേ വിളിക്കാൻ അറിയാം, ഈ 2 കാര്യം അറിയത്തുള്ളൂ, ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാൽ ചില കുഞ്ഞുങ്ങളുടെ കയ്യിലോട്ട് ഈ ഫോൺ കൊടുത്താൽ അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ അവർക്കറിയുമോ അവരത് ചെയ്യുന്നത് നമുക്ക് കാണാം. ഒരു ഫോൺ കേടായാൽ അത് എങ്ങനെ റിപ്പയർ ചെയ്യണം, ഒരു മോട്ടോർ കേടായാൽ അത് എങ്ങനെ റിപ്പയർ ചെയ്യണം എന്നൊക്കെ അറിയാം. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ശരീരം, നമ്മുടെ ശരീര അവയവങ്ങൾ എത്ര അതിശയമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒരു ഞരമ്പ് പോയി കഴിഞ്ഞാൽ, ഒരു ഞരമ്പിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് റിപ്പയർ ചെയ്യുവാൻ പലർക്കും അറിയത്തില്ല. ഇന്നലെ ഒരു ഫോൺ വന്നു, ഒരു കുഴപ്പമില്ലാതെ ഹോസ്പിറ്റലിൽ ചെന്നതാണ്, പക്ഷേ കഴിഞ്ഞ ദിവസം മരിച്ചു. എന്തോ അന്യായം ഇവർ കാണിച്ചത്, ശരീരമെല്ലാം കറുത്തുപോയി. എന്താ അവർ ചെയ്തത്? ഡോക്ടേഴ്സിന് തന്നെ കാര്യം അറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. എന്താ സംഭവിക്കുന്നത്, എന്താ അവർ ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കും ദൈവമക്കളെ, അതിശയമായി നമ്മുടെ ദൈവം നമ്മെ നിർമ്മിച്ചിരിക്കുന്നു. നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും നിർമ്മിച്ചത്, സൃഷ്ടിച്ചത് ദൈവം അതിശയകരമായിട്ടാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം അതിശയമായി നമ്മെ സൃഷ്ടിച്ചത് അവന്റെ നാമത്തെ സ്തുതിക്കുവാനാണ്. 103 സങ്കീർത്തനത്തിന്റെ 1 വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം കാണുന്നത് ഇപ്രകാരമാണ്: എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരം ഒന്നും മറക്കരുത്. നമ്മുടെ ദൈവം ചെയ്ത ഉപകാരം ഒന്നും നാം മറക്കരുത്. 148 സങ്കീർത്തനത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നിയമിക്കപ്പെട്ടിരിക്കുന്ന ഞാനും നിങ്ങളും ദൈവത്തെ എങ്ങനെ സ്തുതിക്കണമെന്ന്, ആരെ സ്തുതിക്കണം, ആരൊക്കെ ദൈവത്തെ സ്തുതിക്കണം, എങ്ങനെയൊക്കെ ദൈവത്തെ സ്തുതിക്കണമെന്ന് തെളിയിക്കുന്ന വേദഭാഗമാണ് 148 സങ്കീർത്തനത്തിൽ നാം കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവാൻ, നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, എല്ലായ്പ്പോഴും നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ നിർമ്മിച്ചിരിക്കുന്നു. ഇസ്രായേലിന്റെ സ്തുതികളിൽ മീതെ വാസം ചെയ്യുന്ന ദൈവം. എന്തുകൊണ്ടാണ് ദൈവം നമ്മുടെ സ്തുതികളിൽ പ്രസാദിക്കുന്നത്? നമ്മുടെ സ്തുതികളിൽ ദൂതന്മാർ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ തങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുകയാണ്. യെശയ്യാ പ്രവചനം 6 അധ്യായത്തിന്റെ പ്രാരംഭ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഉസിയാവ് മരിച്ച ആണ്ടിൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിരിക്കുന്ന കാഴ്ച അവൻ കണ്ടു. അവന്റെ മുമ്പിൽ സറാഫുകൾ 6 ചിറകുള്ളവർ, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്ന്
സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർത്തുകൊണ്ടിരിക്കും. ദൈവസന്നിധി ആയിരിക്കുന്ന ദൈവമക്കളെ, ഇന്നും ദൂതന്മാർ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഇന്നും ദൂതന്മാർ അങ്ങനെ തന്നെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഞാനും നിങ്ങളും അങ്ങനെയല്ല. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കഷ്ടം വന്നാൽ, ഒരു വേദന വന്നാൽ, ചിലപ്പോൾ കണ്ടിട്ടില്ല ചില ദൈവമക്കൾ വേദനപ്പെട്ട് ദുഃഖിച്ച് കരഞ്ഞ് ഒക്കെ ഇരിക്കും. മുമ്പേ അപ്പച്ചൻ പറഞ്ഞ പോലെ ആരാധനയുടെ നടുവിൽ ഏതെല്ലാം അവസ്ഥയിൽ ഏതെല്ലാം നിലവാരത്തിലാണ് ഓരോരുത്തർ കടന്നു വന്നിരിക്കുന്നത്. വേദനയോടെ ദുഃഖത്തോടെ ഒക്കെ. ചിലർ പാടിയിട്ടില്ല, ചിലർ പ്രാർത്ഥിച്ചിട്ടില്ല, ശോകമുഖമായ അന്തരീക്ഷത്തിൽ. എന്നാൽ ചിലപ്പോൾ ചിലര് ദൈവം ചെയ്ത നന്മകൾ ഓർത്ത് ഹൃദയം നിറഞ്ഞ് വികാരത്തോടെ അലറി കരഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ സ്തുതിച്ച ആ സ്തുതി ദൈവം ഇതാ പ്രതീക്ഷിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹൃദയത്തിന്റെ ആ ആഴത്തിൽ നിന്ന് പുറപ്പെട്ട ആ സ്നേഹപ്രകടനം, അതാണ് നമ്മുടെ സ്തുതിയിൽ ദൈവം പ്രസാദിക്കുന്നതിന്റെ കാരണം. അതുകൊണ്ട് ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കും ദൈവമക്കളെ, നാം ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം നിർമ്മിക്കപ്പെട്ടു എന്നാണ് യെശയ്യാ പ്രവാചകൻ ആത്മാവിൽ നമ്മെ ഓർപ്പിക്കുന്നത്. ദൈവത്തെ സ്തുതിക്കുവാൻ നാം നിർമ്മിക്കപ്പെട്ടു, ദൈവത്തെ സ്തുതിക്കുവാൻ. അങ്ങനെയെങ്കിൽ അതിശയമായി ദൈവം നമ്മെ നിർമ്മിച്ചത് ദൈവത്തെ സ്തുതിക്കുവാനായിട്ടാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ്, ദൈവത്തെ ആരാധിക്കുവാനാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി വീണ്ടും ദൈവത്തിന്റെ വചനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, ദൈവവചനത്തിൽ യെശയ്യാ പ്രവചനം 28-ന്റെ 29 വാക്യം. യെശയ്യാ പ്രവചനം 28:29. അതും സൈന്യങ്ങളുടെ യഹോവയിൽ നിന്ന് വരുന്നു. അവൻ ആലോചനയിൽ അതിശയവും ജ്ഞാനത്തിൽ ഉത്കൃഷ്ടതയും ഉള്ളവനാകുന്നു. അവൻ ആലോചനയിൽ അതിശയവാനാണ്. ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, ദൈവിക ആലോചനകൾ അതിശയമാണ്. ദൈവിക ആലോചനകൾ അത്ഭുതമാണ്. നമുക്ക് ദൈവം ദാനമായി തരുന്ന ആലോചനകൾ അതിശയവും അത്ഭുതവുമാണ്. ദൈവ പാദപീഠത്തിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ദൈവത്തിന്റെ പാദപീഠത്തിൽ വന്നപ്പോൾ എനിക്ക് ദൈവത്തിന് ഒരു ആലോചന വേണമെന്ന് പ്രാർത്ഥിച്ചിട്ട് വന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തിക്കാട്ടെ. ഹല്ലേലൂയ. ദൈവം വിവിധങ്ങളായ ശുശ്രൂഷയിലൂടെ തന്റെ ആലോചന നമ്മെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, പാട്ടുകളിലൂടെ ദൈവം എന്നോട് സംസാരിച്ചു എന്ന് പറയുവാൻ കഴിയുന്നവർ തങ്ങളുടെ കരങ്ങൾ ഉയർത്താമോ? സാക്ഷ്യങ്ങളിലൂടെ ദൈവം എന്നോട് സംസാരിച്ചു എന്ന് പറയുവാൻ കഴിയുന്നവർ, ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിച്ചു എന്ന് പറയുവാൻ കഴിയുന്നവർ, ഹല്ലേലൂയ. ദൈവം ആലോചനയിൽ വലിയവനാണ്, അവൻ പ്രവൃത്തിയിൽ ശക്തിമാനാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ആലോചന ദൈവം നമുക്ക് തരുമ്പോൾ നാം അത് വ്യർത്ഥമാക്കി തീർക്കരുത്. ദൈവത്തിന്റെ ആലോചനയെ നാം വൃഥാവാക്കരുത്. യോനയോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു നിനവയിലേക്ക് പോകുവാൻ, താൻ തൻ്റെതായ ചിന്താഗതിയിൽ തർശീസിലേക്ക് പോകുവാൻ, തന്റെ താല്പര്യപ്രകാരം തർശീസിലേക്ക് പോകുവാൻ കപ്പൽ കയറി. തമ്പുരാൻ ദൈവത്തിന്റെ ആലോചനയിൽ അവനെ എത്തിച്ച് തർശീസിലേക്കുള്ള കപ്പലിൽ നിന്ന് അവനെ പുറത്തിട്ട് നിനവയിൽ തന്റെ തമ്പുരാൻ അവനെ കൊണ്ട് എത്തിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. ദൈവിക ആലോചനയ്ക്ക് വിരോധമായി യാത്ര ചെയ്യുന്ന ആരെങ്കിലും ഇന്ന് ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിൽ പറയട്ടെ, നിങ്ങൾ ദൈവഹിതപ്രകാരം ജീവിപ്പാൻ നിയമിക്കപ്പെട്ടവരാണെങ്കിൽ, വിളിക്കപ്പെട്ടവരാണെങ്കിൽ തിരുഹിതപ്രകാരം തന്നെ ദൈവം നിങ്ങളെ നടത്തും. ദൈവത്തിന് സ്തോത്രം. അവന്റെ ആലോചന അത്ഭുതമാണ്. വീണ്ടും യെശയ്യാ പ്രവചനം 55:8-9 വാക്യങ്ങൾ. യെശയ്യാ പ്രവചനം 55:8-9 വാക്യം. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ല നമ്മുടെ ദൈവം നമ്മെ നടത്തുന്നത്. അതിശയമായി നമ്മെ നടത്തുവാൻ, അത്ഭുതമായി നമ്മെ നടത്തുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? ദൈവം തന്റെ ആലോചനയാൽ എന്നെ നടത്തുന്നു, അതിശയമാവണ്ണം എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുവാൻ ഉറപ്പുള്ളവർ മാത്രം വീണ്ടും തങ്ങളുടെ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഒരു 3 ഹല്ലേലൂയ പറഞ്ഞാണ്ട് വീണ്ടും 139 സങ്കീർത്തനത്തിന്റെ 6 വാക്യത്തിൽ ദൈവിക ജ്ഞാനം അതിശയമാണ്. ദൈവത്തിന്റെ ആലോചന അതിശയമാണെങ്കിൽ അവൻ ജ്ഞാനത്തോടെ ചില കാര്യങ്ങൾ പറയുന്നു. വായിച്ചാട്ട്, ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു, അത് എനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമായിരിക്കുന്നു. അതിന്റെ മുകളിലത്തെ വാക്യം, നീ മുൻപും പിൻപും എന്നെ അടച്ച് നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു,
അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കും. മുമ്പും പിൻപും അടച്ച് നിന്റെ കൈ എനിക്ക് മീതെ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ പരിജ്ഞാനം അത്ഭുതമാണ്, അത്യത്ഭുതമാണ്. അതിന്റെ 2-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം വായിക്കുന്നത്, ഞാൻ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് നീ അറിയുന്നു. 2-ാം വാക്യത്തിൽ തന്നെ എന്റെ നിരൂപണങ്ങൾ നീ അറിയുന്നു. 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നടപ്പും കിടപ്പും നീ അറിയുന്നു. വീണ്ടും 3-ാം വാക്യത്തിൽ തന്നെ എന്റെ വഴിയും വാക്കുകളും നീ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കും ദൈവമക്കളെ, നമ്മുടെ ദൈവം നമ്മുടെ നടപ്പ്, നമ്മുടെ കിടപ്പ്, നമ്മുടെ വാക്കുകൾ ഒക്കെ അറിയുന്നതിനാൽ ഈ ഭക്തൻ പറയുകയാണ്, നിന്റെ ജ്ഞാനം എനിക്ക് അത്യത്ഭുതമാണ്. നിന്റെ ജ്ഞാനം എനിക്ക് അത്യത്ഭുതമാണ്. പണ്ട് കുട്ടനാടൻ ഭാഗത്ത് ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി. വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഒരാള്, നീന്തലൊക്കെ അറിയാവുന്ന ഒരാൾ വെള്ളത്തിലൂടെ ഇങ്ങനെ നീന്തി പോകുന്ന സമയത്ത് അവൻ ഒത്തിരി വെള്ളത്തിൽ നീന്തി കുഴഞ്ഞു പോയി. കുഴഞ്ഞിട്ട് ഒന്നും അറിയാതെ ഇടയ്ക്കൊക്കെ അലർന്നുകൊണ്ട് നിലവിളിക്കുന്നുണ്ട്. അപ്പോൾ കരയിൽ നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു, എടാ നീ അവിടെ നിൽക്കാൻ പറഞ്ഞു. അപ്പൊ നിൽക്കാൻ പറയുമ്പോൾ ഇവന് നിൽക്കാനുള്ള ധൈര്യമില്ല. ഏതായാലും വിളിച്ചു പറഞ്ഞതല്ലേ, നിന്നേക്കാൾ വിചാരിച്ചവൻ നിന്നപ്പോ വെറും അരയേറ്റം വെള്ളത്തിൽ കിടന്ന് തുഴയുന്നുണ്ട്. അരയേറ്റം വെള്ളം. കാരണം ഈ പുഞ്ചയുടെ നടുവിലൂടെ ഒരു റോഡുണ്ട്. ആ റോഡിന്റെ അവിടെ വന്നപ്പോഴാണ് കരയിൽ നിന്നും വിളിച്ചു പറഞ്ഞു, നീ അവിടെ നിൽക്കാൻ പറഞ്ഞു. നിന്നപ്പോ അരയേറ്റം വെള്ളമുള്ള അപ്പുറം ഇപ്പുറം കയമാണ്. ആ കയത്തിൽ വീണ ഭയത്തിൽ ഈ കരയ്ക്ക് നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ റോഡിൽ നിൽക്കുന്ന, അരയേറ്റം വെള്ളത്തിൽ മാത്രം നിൽക്കുന്ന ഈ വ്യക്തിക്ക് അവിടെ നിൽപ്പാൻ കഴിയുന്നില്ല. ഇന്നും അനേക പ്രിയപ്പെട്ടവർ ദൈവിക ആലോചന കേൾക്കാതെ, ദൈവ ആലോചനയ്ക്ക് വിധേയപ്പെടാതെ കയ്യും കാലും കടിക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധിയിലായിരിക്കും ദൈവമക്കളോട് പരിശുദ്ധാത്മാവിൽ പറയട്ടെ, ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ആലോചനയ്ക്ക് നാം വിധേയപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ആലോചനയ്ക്ക് നാം ചെവി കൊടുക്കുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വിടുതലായി അനുഗ്രഹമായി തീരുന്നു. ദൈവത്തിന്റെ ആത്മാവ് മോശയോട് പറയുകയാണ്, ഈ ജനത്തോട് മുമ്പോട്ട് പോകാൻ പറ. ദൈവത്തിന് സ്തോത്രം. മോശയോട് അവർ ചോദിക്കുന്നു, നിനക്ക് അറിയത്തില്ല, നിനക്ക് പരിജ്ഞാനമില്ലേ? ഈ ചെങ്കടലിന്റെ തീരത്ത് വന്നു നിന്നുകൊണ്ടാണ് ഞങ്ങളോട് പറയുന്നത് മുമ്പോട്ട് പോകാൻ. ദൈവത്തിന് സ്തോത്രം. എങ്കിലും ദൈവത്തിന്റെ ആലോചനയ്ക്ക് വിധേയപ്പെട്ടപ്പോൾ പെട്ടെന്നൊരു കൊടുങ്കാറ്റ്. എന്താ കൊടുങ്കാറ്റിന്റെ പിന്നിലെ കാരണമെന്ന് അവർക്കറിഞ്ഞില്ല. എന്നാൽ മിസ്രൈം ചെങ്കടൽ കടന്ന് മറുകരയിൽ പ്രവേശിച്ചപ്പോൾ, പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ ഒരു പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ അവർ പാടുന്ന പാട്ടിൽ ഫറവോനെ സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിടുവാൻ കഴിയുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി, ആഴിയുടെ ആഴങ്ങളിൽ വഴിയെ ഒരുക്കുന്ന ദൈവ പ്രവൃത്തി, അതേ കാണേണ്ടതിന് വേണ്ടി ദൈവം കൊടുങ്കാറ്റടിപ്പിക്കുകയാണ് ചെയ്തത്. ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കും ദൈവമക്കളെ, ഈ പരിജ്ഞാനം ഞങ്ങൾക്ക് അത്യത്ഭുതം. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നാം വായിച്ച 139-ാം സങ്കീർത്തനത്തിൽ ഇരിപ്പും എഴുന്നേൽക്കും, നിരൂപണങ്ങളും നടപ്പും കിടപ്പും വഴിയും വാക്കുകളും ഒക്കെ, വീണ്ടും അടുത്ത വാക്യത്തിൽ വായിക്കുമ്പോൾ രഹസ്യവും ആലോചനകളും ഒക്കെ, അതെ വിചാരങ്ങൾ ഒക്കെ അറിയാവുന്ന ഒരു ദൈവം. അതുകൊണ്ടാണ് മുമ്പും പിമ്പും അടച്ച് നിന്റെ കൈ ഞങ്ങൾക്ക് മീതെ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം ഞങ്ങൾക്ക് അത്യത്ഭുതമാണ്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ എല്ലാം അറിയുന്ന ഒരു ദൈവം. ഇപ്പൊ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഒരു കണ്ടുപിടുത്തം നടന്നുകൊണ്ടിരിക്കുകയാണ്. സയന്റിസ്റ്റ് ഒക്കെ വളരെ പരിശ്രമിക്കുന്നു, ചില നാളുകൾ കൊണ്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടുപിടുത്തമാണ്. പ്രത്യേകതരം ചിപ്പ് ശരീരത്തിൽ കടത്തിയാൽ ചിന്തിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് ഇപ്പം മൃഗങ്ങളിലൊക്കെ അവർ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ ചിപ്പ് ആ മൃഗത്തിൽ ഘടിപ്പിച്ചു കഴിയുമ്പോൾ മൃഗത്തിന് വിശപ്പുണ്ടോ, ദാഹമുണ്ടോ, അതിന്റെ അവസ്ഥകൾ എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റും എന്നുള്ള നിലയിൽ. അതിനിപ്പോൾ ഈ കണ്ടുപിടുത്തം മൃഗങ്ങളില് ഇപ്പോൾ മൈക്രോ ചിപ്പ് ശരീരത്തിൽ കടത്തുന്നതിന് മുമ്പ് അത് മൃഗങ്ങളിലാണ് ടെസ്റ്റ് ചെയ്തത്. അത് വിജയിച്ചു എന്ന് കണ്ടപ്പോൾ ഇപ്പോൾ മൈക്രോ ചിപ്പ് ശരീരത്തിൽ കടത്തുന്ന കാര്യങ്ങൾ ലോകരാജ്യങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടുപിടിക്കുന്ന ഈ കണ്ടുപിടുത്തവും അവർ കണ്ടുപിടിക്കുന്ന ഇപ്രകാരമാണ്, നമ്മൾ ചിന്തിക്കുന്നതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കണ്ടുപിടുത്തം. അത് ഭാര്യയുടെ ശരീരത്തിൽ കടത്തി വിട്ടാൽ ഭർത്താവിനറിയാം ഭാര്യ എന്തൊക്കെയാ ചിന്തിക്കുന്നതെന്ന് അറിയാൻ പറ്റും. ഭർത്താവിന്റെ ശരീരത്തിൽ ആ ചിപ്പ് കടത്തിയാൽ ഭാര്യയ്ക്ക് മനസ്സിലാകും ഭർത്താവ് എന്തൊക്കെയാ ചിന്തിക്കുന്നത്.
കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ഈ ചിപ്പ് കടത്തിയാൽ മാതാപിതാക്കൾക്ക് മനസ്സിലാകും കുഞ്ഞുങ്ങൾ എന്തൊക്കെയാ ചിന്തിക്കുന്നത്. ഇപ്പൊ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഇവർക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങി, തമ്പുരാനെ അത് കണ്ടുപിടിക്കല്ലേ എന്നാണ്. ദൈവത്തിന് സ്തോത്രം. കാര്യം ഞാൻ ചിന്തിക്കുന്നതും ഞാൻ നിരൂപിക്കുന്നതും ഒന്നും ആരും അറിയരുത്. പക്ഷേ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് വായിക്കുന്നത് അതിശയമായി നമ്മുടെ നിരൂപണങ്ങൾ, നമ്മുടെ നടപ്പ്, കിടപ്പ് ഒക്കെ അറിയുന്ന ഒരു നല്ല ദൈവത്തിന്റെ വചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവന്റെ അത്ഭുതങ്ങൾ, അവന്റെ ജ്ഞാനം അത്ഭുതമാണ്. ദൈവത്തിന് സ്തോത്രം. അവസാനമായി ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ നിർത്തട്ടെ. തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 2 തെസ്സലോനിക്കർ 1:9 വാക്യം. 2 തെസ്സലോനിക്കർ 1:9. ആ നാളിൽ അവൻ തന്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയ വിഷയം ആകേണ്ടതിനും വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. നാം കാണുന്നത് നമ്മുടെ യേശു അത്ഭുതമായി മാറാൻ പോവുകയാണ്. ദൈവത്തിന്റെ സഭ അതിശയമായി മാറാൻ പോവുകയാണ്. ദൈവത്തിന്റെ സഭ മുമ്പേ ആരാധനയില് അത്ഭുതങ്ങൾ അടയാളങ്ങളാൽ സത്യസഭ വെളിപ്പെടും. സൂര്യനെ അണിഞ്ഞ സ്ത്രീ ഇതാ അത്ഭുതമായി അതിശയമായി കാണപ്പെടുന്നത് പോലെ ഈ നാളുകളിൽ ദൈവത്തിന്റെ സഭയെ ദൈവം അതിശയമാക്കി തീർക്കാൻ പോകുന്നു, അത്ഭുതമാക്കി തീർക്കാൻ പോകുന്നു. വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? അവർ മാത്രം തങ്ങളുടെ കരങ്ങളെ ഉയർത്തിപ്പിടിക്കട്ടെ. ഈ വചന സത്യമാണെന്ന് വിശ്വസിക്കുന്നവർ മാത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഒരു ദർശനത്തിൽ ഈ വാക്യം വളരെ ശക്തമായി, ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സീയോൻ പർവ്വതത്തിൽ വസിക്കുന്ന യഹോവയാൽ അത്ഭുതങ്ങളും അടയാളങ്ങളുമായിരിക്കും. ഈ വാക്യം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവാത്മാവിന്റെ വലിയ പ്രവൃത്തി അത് കാണുവാൻ ഇടയായിത്തീരുന്ന ഒരു ദർശനം പരിശുദ്ധാത്മാവ് നൽകി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് നമ്മെ അത്ഭുതമാക്കി തീർക്കാൻ പോകുന്നു, അതിശയമാക്കി തീർക്കാൻ പോകുന്നു. ഇവിടെ വായിച്ചത് വിശ്വസിച്ച് എല്ലാവരിലും അവൻ ഒരു അതിശയ വിഷയമായി തീരുന്നു. ഇത് ആരാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നാം തേജസ്കരിക്കപ്പെടുന്ന ആ ദിനത്തിൽ നമ്മുടെ കർത്താവായ യേശു ഒരു അതിശയമായി തന്നെ കാണപ്പെടും. കൊലോസ്യ ലേഖനത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ഇപ്രകാരമാണ്. 3-ാം അധ്യായം പ്രാരംഭവാക്യം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായി ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും 1 യോഹന്നാൻ 3:1 വാക്യം. കാൺമീൻ, നാം ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുന്നു ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരായി തീരും. അവനിൽ പ്രത്യാശയുള്ളവനെല്ലാം. അടുത്ത വാക്യം. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നാം നമ്മുടെ കർത്താവ് അതിശയവാനായി വെളിപ്പെടുവാൻ പോകും. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവ വചനത്തിന്റെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെ മുറ്റുമായി നമുക്ക് സമർപ്പിക്കാം. കരങ്ങളെ ഉയർത്തിപ്പിടിപ്പാൻ കഴിവുള്ളവർ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് മുഴങ്കാൽമേൽ ഇരുന്നു കൊണ്ട് ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ നമ്മുടെ ദേഹി ആത്മാവിനെ പൂർണ്ണമായി നമുക്ക് വിട്ടുകൊടുക്കാം. ആരും മൗനമായിരിക്കരുത്. വചന ശുശ്രൂഷ അവസാനിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ കൃപ അനുഭവിച്ച് സന്തോഷമുള്ളവരായി അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ നമ്മുടെ ദേഹി ആത്മാവിനെ പൂർണ്ണമായി സമർപ്പിക്കാം. എല്ലാ കരങ്ങളും ഉയരട്ടെ. ആത്മാവ് നൽകുന്ന ശബ്ദം വെളിയിൽ വരട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം, ശക്തി അതെ അധരത്തിൽ നിന്ന് വെളിയിൽ വരുവാൻ ഇടയായി തീരട്ടെ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങൾക്ക് ദോഷം വരുത്തുകയില്ല. എല്ലാ കരങ്ങളും ഉയരട്ടെ. ശബ്ദം ഉയരട്ടെ. ശക്തമായി ദൈവത്തെ സ്തുതിക്കുവാൻ, ശക്തമായി ദൈവത്തെ ആരാധിക്കുവാൻ നമ്മുടെ ദേഹി ആത്മാവിനെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. ആരും ലജ്ജിക്കരുത്. ആത്മാവിൽ നിറയുന്നതിനോ അന്യഭാഷ സംസാരിക്കുന്നതിനോ നാം ലജ്ജിക്കരുത്. അടുത്തിരിക്കുന്നവർ ആത്മാവിൽ നിറയുന്നുണ്ടോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം. എനിക്കെന്റെ ദൈവത്തിന്റെ സ്നേഹത്താൽ നിറയപ്പെടണം. എനിക്കെന്റെ കർത്താവിന്റെ കൃപയാൽ നിറയപ്പെടണം.
അത് വിശ്വസിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. വിശ്വസിച്ച് എല്ലാവരിലും അവൻ അതിശയ വിഷയമായി തീരുവാൻ പോകുകയാണ്. നാം അവന്റെ മഹത്വം പ്രാപിപ്പാൻ വിളിച്ചു വേർതിരിക്കപ്പെട്ടു. നാം തന്നെ നിത്യതയിൽ അതിശയമായി തീരുമ്പോൾ അതിശയവാനായ യേശു നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ അതിശയമായി വെളിപ്പെടുവാൻ പോകുന്നു. ലജ്ജിക്കരുത്, ലജ്ജിക്കരുത്. ദൈവത്തിന്റെ മഹത്വത്താൽ നിറഞ്ഞ് നമുക്ക് സന്തോഷിക്കാം. നാം നിത്യതയിലും അത്ഭുതമായി മാറുവാൻ പോകുകയാണ്. നാം നിത്യതയിലും അതിശയമായി മാറുവാൻ പോകുകയാണ്. നിന്റെ കണ്ണ് രാജാവിനെ അവന്റെ സൗന്ദര്യത്തോടെ കാണും. വിശാലമായ ദേശം നീ കാണും. അന്യനല്ല, നിന്റെ സ്വന്തം കണ്ണുകൊണ്ട് നീ അവനെ കാണും. വിശ്വസിക്കുന്നവർ സന്തോഷിക്കട്ടെ, വിശ്വസിക്കുന്നവർ ആനന്ദിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ യേശുവിൻ പൊന്മുഖം ഞാൻ കാണൂ. കാലമേറ്റം അസന്നമേ